താങ്കളൊരു സുന്നി വിശ്വാസിയാണ് പൂർണ്ണമായും? തീർച്ചയായിട്ടും ആരോപണം ആർക്കും നടത്താവുന്നതേ ഉള്ളൂ, തെളിവ് വേണം. മീറ്റ് ദി പ്രസ് പരിപാടിയിൽ മീറ്റ് ദി റിപ്പോർട്ടർ, മീറ്റ് ദി എഡിറ്റേഴ്സ്, മീറ്റ് ദി എഡിറ്റേഴ്സ്, നിങ്ങളുടെ റിപ്പോർട്ടർ അവർ പറയുന്നു ഞാൻ സലഫി ആശയക്കാരനാണ് എന്ന്, അല്ലെങ്കിൽ ജമാഅത്ത് ആശയക്കാരനാണ്. അതെന്നെ ഒരു തമാശയാണ്. കാരണം ജമാഅത്തും മുജാഹിദും കൂടി ഒരാൾക്ക് ഒരു സമയത്താകാൻ പറ്റില്ല, കാരണം അവർ തമ്മിൽ ബദ്ധവൈരികളാണ്. വലിയൊരു കാര്യമായിപ്പോയി സാറേ. നിങ്ങൾ വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ നടത്തുന്ന വലിയ വിദ്യാഭ്യാസം ഉള്ള ഒരാളാണെന്നല്ലോ മറ്റുള്ളവരുടെ വെപ്പ്. ആ തരത്തിലെങ്കിലും നിങ്ങളൊന്ന് പെരുമാറണ്ടേ. ഒരാളെക്കുറിച്ച് വഹാബിയാണ് എന്നും അതേപോലെ തബ്ലീഗാണെന്നും ജമാഅത്താണെന്നൊക്കെ പറഞ്ഞാൽ ഈ എല്ലാവരുടെയും ആശയം അദ്ദേഹം കൊണ്ടു നടക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാണ്ട് രണ്ടും കൂടിയാണെന്നോ മൂന്നും കൂടിയാണെന്നോ അല്ലാതെ അവരുടെ മെമ്പർഷിപ്പ് സ്വീകരിച്ചോ എന്നൊന്നും അതിനർത്ഥമില്ല. അപ്പോൾ ഒരാളെക്കുറിച്ച് അദ്ദേഹം ജമാഅത്ത് ഇസ്ലാമിയാണെന്ന് പറഞ്ഞാൽ ജമാഅത്ത് ഇസ്ലാമിയുടെ ചില ആശയങ്ങൾ അദ്ദേഹത്തിനിക്ക് ഉണ്ട് എന്നാണ് അർത്ഥം. അതേ വ്യക്തിയെക്കുറിച്ച് തന്നെ അദ്ദേഹം വഹാബിയാണെന്ന് പറഞ്ഞാൽ ഇബ്നു അബ്ദുൽ വഹാബിനെ പലതരത്തിലും അദ്ദേഹം അംഗീകരിക്കുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. മുജാഹിദാണെന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള മുജാഹിദീങ്ങളുടെ പല വാദങ്ങളും അദ്ദേഹത്തിനിക്ക് ഉണ്ട് എന്നാണ് അർത്ഥം. ഇതെല്ലാം കൂടിയാണ് അദ്ദേഹം എന്ന് ഒരാളെ കുറിച്ച് പറയുന്നുണ്ട് എങ്കിൽ ഇതെല്ലാവരുടെയും വാദങ്ങൾ അദ്ദേഹത്തിനിക്ക് പലപ്പോഴായി പല സന്ദർഭങ്ങളിൽ ഉണ്ട് എന്നാണ് അർത്ഥം. അതായത് ഇവരെക്കാളൊക്കെ വളരെ മോശപ്പെട്ട മനുഷ്യനാണ് ഇയാൾ എന്നാണ് മൊത്തത്തിൽ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. കാരണം അവർക്കൊക്കെ ഒരു ആദർശമുണ്ട്, ഈ ആദർശത്തിലാണ് അവർക്ക് വിശ്വസിക്കുന്നത്. എന്നാൽ ഒരാളെ കുറിച്ച് ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇദ്ദേഹത്തിനിക്ക് ഒരു വ്യക്തമായ ഒരു ആദർശം ഇല്ല എന്നാണ്. എല്ലാവരും പറയുന്ന കാര്യങ്ങൾ ഇദ്ദേഹത്തിനിക്ക് തോന്നുന്ന തരത്തിൽ സ്വീകരിക്കുന്നു എന്നാണ്. അതാണ് നിങ്ങൾ എന്നാണ് പലരും പറഞ്ഞു നടക്കുന്നത്. അതാണെന്ന് തെളിയിക്കേണ്ടത് നിങ്ങളുടെ ആദർശത്തിലാണ്, അല്ലാതെ വാക്കിലല്ല, പ്രവർത്തനങ്ങളിലാണ്. നിങ്ങൾ ചെയ്യുന്ന സുന്നി വിശ്വാസങ്ങളിലുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ്. അള്ളാഹു നിങ്ങളെയും അതുപോലെയുള്ള സുഹാബികളൊക്കെ ഒന്ന് നന്നാക്കട്ടെ.